എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഒരു എഡിറ്റർ ഓരോ ഷോർട്സുകളും എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഒരു ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് പോകുമ്പോൾ കൺവേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അത് ഏതൊക്കെ ഫാക്ടേഴ്സാണ് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. അതിന് മുമ്പ് നമ്മളുടെ എഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കസ്റ്റമർ ഇസ് ദ കിങ് എന്ന് പറയുന്ന പോലെ ഓഡിയൻസ് ഇസ് ദ കിങ് ആണ്. നമ്മുടെ വീഡിയോ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ഒരു ഫിലിം ചെയ്യുമ്പോൾ അവരെ എൻ്റർടൈൻ ചെയ്യിക്കുക, അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുക, അതൊക്കെയാണ് ആക്ച്വലി ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫിലിമിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മളുടെ ഓഡിയൻസ് ചിലപ്പം പല തരത്തിലുള്ള ആളുകളുണ്ടാവും. ചിലപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു വാട്സപ്പ് സ്റ്റാറ്റസോ ഇൻസ്റ്റഗ്രാം റീലോ ഒക്കെ ആയിരിക്കും. അപ്പം ഇങ്ങനെ അതിലൊക്കെ ചിലപ്പം കാണാനായിട്ടുള്ളത് നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട് സർക്കിളിലുള്ള കുറേ ആളുകൾ മാത്രമായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കും കാണാനുള്ളത്. എന്നാൽ ആ സ്ഥാനത്ത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കോളേജോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്കൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ അവിടെ ആ ഒരു കമ്പനിയായിട്ട് നിൽക്കുന്ന ആളുകൾ മാത്രമായിരിക്കും അവിടുത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഓഡിയൻസ് എന്ന് പറയുന്നത്. യൂട്യൂബിൽ ഒരു വ്ളോഗൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ഫിലിം ആണെങ്കിലോ ആ ഫിലിമിന് ഒരു പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട്. അപ്പം ഓഡിയൻസിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു എഡിറ്റിംഗ് പ്രൊജക്റ്റുകൾ വ്യത്യസ്തമായിരിക്കും. അതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ഏതൊക്കെ തരത്തിലുള്ള പ്രൊജക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും വ്യത്യസ്തമായ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. നമ്മളിവിടെ പഠിക്കുന്ന ചില തിയറീസ് ഉണ്ട്. ആ തിയറികളൊക്കെ എല്ലാത്തിനും സെയിമാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോഴ്സിൽ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ സോഫ്റ്റ്വെയർ ഓപ്പൺ പോലും ചെയ്യാതെ നമ്മൾ തിയറി പഠിക്കുന്നതിൻ്റെ കാര്യം, എഡിറ്റിംഗ് ഗ്രാമർ പഠിക്കുന്നതിൻ്റെ കാര്യം, വിഷ്വൽ ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ കാര്യം, അങ്ങനൊരു തിയറിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ തിയറിയുടെ പ്രത്യേകിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ തിയറികളും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന 5 ഫാക്ടേഴ്സ് ഉണ്ട്. ഈ 5 ഫാക്ടേഴ്സ് നമ്മൾ നോട്ട് ചെയ്ത് ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് എഡിറ്റ് ചെയ്ത് പോകേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു ഫാക്ടേഴ്സ് ഇന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ എന്താണെന്നും അതുപോലെ മോട്ടിവേഷൻ, ഷോർട്ട് കോമ്പോസിഷൻ, ക്യാമറ ആംഗിൾ, കണ്ടിന്യൂറ്റി, ഇത്രയും കാര്യങ്ങളാണ് ഒരു കട്ടിൽ നിന്ന് അടുത്ത കട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇത് ഡീപ്പായിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യം ഫസ്റ്റ് വൺ ഇസ് ഇൻഫർമേഷനാണ്. എപ്പോഴും ഓഡിയൻസിന് നമ്മൾ ഓരോ ഷോട്ട് കാണിക്കുമ്പോൾ തോറും, ഓരോ ഷോട്ടിലേക്ക് പോകും തോറും സംതിങ് ന്യൂ, സം ന്യൂ ഇൻഫർമേഷൻ ടു ദ വ്യൂവർ. പുതിയൊരു ഇൻഫർമേഷൻ ഒരു ഷോട്ടിൽ ഉണ്ടായിരിക്കണം. അത് ഇൻ മോഷൻ പിക്ചർ അല്ലെങ്കിൽ വീഡിയോ പ്രൊഡക്ഷനിലാണെങ്കിൽ ഇൻഫർമേഷൻ ഉദ്ദേശിക്കുന്നത് വിഷ്വൽ ഇൻഫർമേഷനാണ്. ഉദാഹരണത്തിന് ഒരു പുതിയ ക്യാരക്ടർ സീനിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഒരു ഇൻഫർമേഷൻ എന്ന് പറയാം. അതുപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ലൊക്കേഷനാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ അതിനെയും ഇൻഫർമേഷൻ എന്ന് പറയാം. അതുപോലെ എന്തെങ്കിലും കൺവേ ചെയ്യുക, എന്തെങ്കിലും ഒരു മീനിങ് കൺവേ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ചെറിയൊരു നോട്ടമായിരിക്കും, ചെറിയൊരു ലുക്കായിരിക്കും, ചെറിയൊരു എക്സ്പ്രഷൻ ആയിരിക്കും. അത് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അത് വിഷ്വൽ മാത്രമല്ല, ഓറൽ വിഷ്വൽ, വോയിസ് ഓവർ നറേഷൻസ് ആവാം, ഒരു കുതിരപ്പുറത്ത് പോകുന്ന കുതിരയുടെ അകമ്പടിയാകാം, അതല്ലെങ്കിൽ ഒരു സ്പീച്ചാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം പുതിയൊരു ഷോട്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്തത് കാണിക്കാൻ പോകുന്ന ഷോട്ടിൽ. ഇൻഫർമേഷൻ
മസ്റ്റാണ്. അതൊരു സ്മാർട്ട് എഡിറ്റർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വുഡ് ദ ഓഡിയൻസ് ലൈക്ക് ടു സീ നെക്സ്റ്റ്? ഓഡിയൻസ് എന്താണ് അടുത്തത് കാണാൻ ആഗ്രഹിക്കുന്നത്? ആ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടായിരിക്കണം. വാട്ട് ഡു ഐ വിഷ് ഫോർ ദ ഓഡിയൻസ് ടു സീ നെക്സ്റ്റ്? അടുത്തതായിട്ട് എന്താണ് ഓഡിയൻസ് കാണാൻ ഞാൻ ആഗ്രഹിക്കേണ്ടത്? അങ്ങനെ ഓരോ ചോദ്യം സ്വയം ചോദിച്ചു കഴിയുമ്പോഴേ ആ എഡിറ്റിംഗ് പ്രൊജക്റ്റിൽ ഏറ്റവും ഇൻഫോർമേറ്റീവായിട്ടുള്ള ഷോട്ടുകൾ ഉപയോഗിക്കാൻ പറ്റും. ഒരു എഡിറ്ററെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് ഇമോഷണലി ആവാം, മെൻ്റലി ആവാം. ഒന്നെങ്കിൽ ഇമോഷണലി ആണെങ്കിൽ അവർ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഫിലിം കണ്ടിട്ട് അവരൊന്നെങ്കിൽ ചിരിക്കും, അതല്ലെങ്കിൽ കരയും, അല്ലെങ്കിൽ അവർ പേടിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ് അവർ പ്രൊജക്റ്റ്. അതുപോലെ തന്നെ മെൻ്റലി ആണെങ്കിലോ അവർ ചിന്തിക്കും, അവർക്ക് ഗസ് ചെയ്യാം, അവർ എക്സ്പെക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെയാണ് കടന്നു വന്നത് ഓഡിയൻസിൻ്റെ ഒരു മൈൻഡ്. അപ്പം ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ ഈസ് ദെയർ ടു എൻഗേജ് ദ ഓഡിയൻസ്, ഗെറ്റ് ദം ഇൻവോൾവ് ആൻഡ് ഗെറ്റ് ദം തിങ്കിങ്, ഹെൽപ്സ് കീപ് ദം ഇൻട്രസ്റ്റഡ്. അവരെ കൊണ്ട് ചിന്തിപ്പിക്കണം, അവരെ കൊണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കണം, അവരെ ഇൻവോൾവ് ചെയ്യിക്കണം. അതാണ് നല്ല എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ആ എഡിറ്റിങ്ങിൽ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് അവരെ ഇരുത്തണമെങ്കിൽ നമ്മൾ ഈ സെർട്ടൻ ആസ്പെക്ട്സ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ, ഓരോ ഷോട്ടിൽ ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതുകൊണ്ട് ഓരോ ഷോട്ടിലും നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ ഇൻഫർമേഷൻ ഈ സ്റ്റോറിക്ക് പറയാനുണ്ടോ, സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓഡിയൻസിനെ കാണിക്കാനുണ്ടോ എന്നുള്ളത് എഡിറ്റർ ചിന്തിക്കേണ്ട കാര്യമാണ്. അതേസമയം ഒരു ഇൻഫർമേഷനും ഇല്ലാത്ത നല്ല മനോഹരമായിട്ട് ചിത്രീകരിച്ച ചില എക്സ്പെൻസീവായിട്ടുള്ള ഷോട്ടുകളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഡയറക്ടറും ക്യാമറമാനും ഒക്കെ കൂടി എടുത്തു കൊണ്ടുവരുന്ന സൂപ്പർ ഷോട്ടായിരിക്കും, നല്ല രസമുള്ള ഭംഗിയുള്ള ഷോട്ടെന്നൊക്കെ പറയും. അതിലൊരു ഇൻഫർമേഷനും കാണിക്കാനോ പറയാനോ ഇല്ല എങ്കിൽ അത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. പലപ്പോഴും ചിലർ പറയാറുണ്ട്, എഡിറ്റിംഗ് സ്റ്റുഡിയോയിലേക്ക് കൂടിപ്പോയാൽ ഡയറക്ടർ മാത്രമേ വന്നിരിക്കാവുള്ളൂ, അതല്ലെങ്കിൽ അങ്ങേയറ്റം പോയ ക്യാമറ മാത്രം. ഒരിക്കലും ആക്ടേഴ്സിനെയും മറ്റ് ടെക്നീഷ്യന്മാരെയും എഡിറ്റിംഗ് സ്റ്റുഡിയോയിലോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയും. കാരണം അവരൊക്കെ പ്രത്യേകിച്ച് ക്യാമറമാനെ അത്രയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എഡിറ്റിംഗ് സ്റ്റുഡിയോയിലോട്ട് കൊണ്ടുവരാവുള്ളൂ എന്ന് പറയും. കാരണം അവരുടെ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അവരുടെ ആ ഒരു പ്രൊഡക്ഷനിൽ അവർ അനുഭവിച്ചേക്കുന്ന സ്ട്രഗിൾ, ആ ഷോട്ട് എടുക്കാനുള്ള അവരുടെ ഹാർഡ് വർക്കിങ്ങും അതൊക്കെ, അതും ഇവിടെ എഡിറ്റിംഗ് സൂട്ടിൽ അത് നോക്കേണ്ട കാര്യമില്ല. എഡിറ്റിങ്ങിൻ്റെതായ കുറേ ഗൈഡ് ലൈൻസ്, സ്ട്രക്ചറും ഉണ്ട്. അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നാണ് ശരിക്കും നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വാൾട്ടർ മൂർച്ച് പോലുള്ള എഡിറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് എഡിറ്റിംഗ് ചെയ്യുന്നയാൾ ഒരിക്കലും ലൊക്കേഷനിൽ പോലും പോകരുതെന്ന് പറയും. കാരണം അവരവിടെ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ, സ്ട്രഗിളൊക്കെ ഈ എഡിറ്റർ കണ്ടു കഴിഞ്ഞാൽ അയാൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഷോട്ടിന് അവർ അത്രമാത്രം സ്ട്രഗിൾ ചെയ്തതാണല്ലോ, ഈ ഷോട്ട് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിയാൽ എന്താണ് എന്ന് ഒരു തോട്ട് വരും. അതുകൊണ്ടാണ് ഇതുപോലുള്ള ലെജൻഡറി എഡിറ്റേഴ്സ് പറയുന്നത് എഡിറ്റേഴ്സ് ഒരിക്കലും ലൊക്കേഷനിൽ പോലും പോകരുത്. സോ നല്ലൊരു ഇൻഫർമേഷൻ പറയാനായിട്ട് ആ ഷോട്ടിൽ ഇല്ല എങ്കിൽ നിങ്ങൾ എത്ര മികച്ച ഷോട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നെങ്കിൽ പോലും അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഓക്കെ, ഇതൊരു 2 ഷോട്ടാണ്. ഒരാൾ പ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, അടുത്ത ഷോട്ടിൽ അതിൻ്റെ ക്ലോസപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് നമുക്ക് ഇങ്ങനൊരു ഷോട്ട് കിട്ടി. അത് ക്ലിക്ക് ചെയ്യുന്ന ഒരു മോഷൻ അവിടെ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അടുത്ത ഷോട്ട് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിങ്ങനൊരു ഷോട്ട് തന്നിട്ടുണ്ട്. അയാൾ എന്താണ് അവിടെ ക്ലിക്ക് ചെയ്യുന്നത്, എന്തേലാണ് അയാൾ ക്ലിക്ക് ചെയ്യുന്നത്, അതൊരു ഇൻഫർമേഷനാണ്, പുതിയൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഷോട്ട് ഇവിടെ ഉപയോഗിക്കാം. അതല്ല, ഇപ്പോൾ ഈ ഷോട്ടിൽ ഇയാളിങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന ഒരു ഷോട്ട് കാണിച്ചിട്ട് പെട്ടെന്ന് ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ, ഓഡിയൻസ് എന്താണ്, അയാൾ എന്തിലാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുള്ളത് അറിയാനായിട്ട് ക്യൂരിയസ് ആയിരിക്കും.
അപ്പം ആ ഷോട്ട് ഇടുന്നതിന് പകരം ഇപ്പുറത്തിരിക്കുന്ന ഒരു ഫ്ലവർ വേസിൻ്റെ ഒരു ഷോട്ട് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ അതുകൊണ്ടൊരു ഇൻഫർമേഷൻ അവിടെ പറയാനില്ല. അവിടെ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ ഒരു ഷോട്ടിനാണ്, ക്ലോസപ്പിലുള്ള. അപ്പോൾ ആ ഷോട്ട് അവിടെ വരണമെന്ന് മാത്രം. ഓക്കെ, അതാണ് ഇൻഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് മോട്ടിവേഷൻ. ഒരു പുതിയൊരു കട്ടിലേക്ക് പോകാനായിട്ട്, പുതിയൊരു എഡിറ്റിലേക്ക് പോകാനായിട്ട് മോട്ടിവേഷൻ എന്താണ്? നമുക്കുള്ള മോട്ടിവേഷൻ, ഓഡിയൻസിന് അത് കാണാനുള്ള മോട്ടിവേഷൻ എന്താണ്? അങ്ങനെ ഒരു മോട്ടിവേഷൻ ഫാക്ടർ ഇതിലുണ്ടോ എന്നുള്ളതാണ് അടുത്ത എഡിറ്റർ ചെക്ക് ചെയ്യേണ്ടത്. അതായത് ദ ന്യൂ ഷോട്ട് യു കട്ട് ടു ഷുഡ് പ്രൊവൈഡ് ന്യൂ ഇൻഫർമേഷൻ എന്ന് പറയുന്ന പോലെ. ബട്ട് വാട്ട് അബൌട്ട് ദ ഷോട്ട് യു ആർ കട്ടിങ് അവേ ഫ്രം? ചില ഷോട്ടുകൾ നമ്മൾ ലീവ് ചെയ്യുന്നു. വാട്ട് ഇസ് ദ റീസൺ ടു ലീവ് ദാറ്റ് ഷോട്ട്? എന്തുകൊണ്ടാണ് ആ ഷോട്ട് ലീവ് ചെയ്യുന്നത്? വെൻ ഇസ് എ ഗുഡ് ടൈം ടു ലീവ് ദാറ്റ് ഷോട്ട്? ചില ഷോട്ടുകൾ നമ്മൾ ലീവ് ചെയ്യുന്നെങ്കിൽ എന്താണ് കാരണം? അതിൽ ഇൻഫർമേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് മോട്ടിവേഷൻ കാണില്ല. അടുത്തതിലേക്ക് പോകാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എലമെൻ്റ് അതിലുണ്ടാവില്ല. എപ്പോഴും ഒരു ട്രാൻസിഷൻ നമ്മളിവിടെ കൊടുക്കണമെങ്കിൽ, അല്ലെ ഒരു കട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം അടുത്ത ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് പോകാനായിട്ട്. ആ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് വിഷ്വൽ ആവാം, അല്ലെങ്കിൽ ഓഡിബിൾ, ഓറൽ ആവാം. ഇവിടെ മോട്ടിവേറ്റിംഗ് എലമെൻറ്റ്സ്, ഒരു എഡിറ്റിങ്ങിൽ മോട്ടിവേറ്റിംഗ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പിക്ചറും സൗണ്ടുമാണ്. വിഷ്വൽസിലോ ഓഡിയോയിലോ ആണ് അതിൻ്റെ മോട്ടിവേറ്റിംഗ് എലമെൻറ്റ് എന്ന് പറയുന്നത്, എലമെൻറ്റ് കിടക്കുന്നത്. മോട്ടിവേറ്റിംഗ് എലമെൻറ്റ് ഇൻ പിക്ചർ നോക്കാം. ഒരു എഡിറ്റിൽ അടുത്ത എഡിറ്റിലേക്ക് പോകുന്നതിനാണ്, അതിൻ്റെ മോട്ടിവേഷനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ പിക്ചർ മോട്ടിവേറ്റിംഗ് എലമെൻറ്റും ഉണ്ട്, സൗണ്ട് മോട്ടിവേറ്റിംഗ് എലമെൻറ്റും ഉണ്ട്. ഇനി പിക്ചർ മോട്ടിവേറ്റിംഗ് എലമെൻറ്റ് നോക്കാം. ഇറ്റ്സ് എ സം കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ് ബൈ എ സബ്ജക്റ്റ് ഓർ ആൻ ഒബ്ജക്റ്റ് ഇൻ ദ കറണ്ട് ഷോട്ട്. ഒരു സം കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ്, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റ് ആ ഷോട്ടിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ മൂവ്മെൻ്റ് ആവാം, അതല്ലെങ്കിൽ അതിലെന്തെങ്കിലുമുള്ള ഒബ്ജക്റ്റുകളാവാം, കാറോ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻ്റ് ആവാം. അങ്ങനെ ഒരു കാര്യം, അങ്ങനെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഷോട്ടിൽ ഒരു കാർ ജമ്പിങ് ഓവർ എ റിവർ, ഈ പിക്കിൽ കാണുന്ന പോലെ ഒരു കാറ് റിവറിലേക്ക് വീഴുന്നതായിട്ടുള്ള ഒരു ഷോട്ട് ആവാതെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നത് അടുത്ത ഷോട്ടിലേക്ക് പോകാൻ. ചിലപ്പോൾ ഒരു സ്മോൾ മൂവ്മെൻറ്റ് ഓഫ് എ ഫേസിലൊരു ചെറിയൊരു എക്സ്പ്രഷൻ ആയിരിക്കാം മോട്ടിവേറ്റിംഗ് എലമെൻ്റ് അവിടെ. ചിലപ്പോൾ ഒരു ക്യാരക്ടർ ഷോട്ടിൽ നിന്ന്, അതായത് ഒരു സ്ക്രീനിൻ്റെ പുറത്തേക്ക് നോക്കുന്നതായിരിക്കാം. ഓഫ് സ്ക്രീനിലുള്ള എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടിട്ട് അതിൻ്റെ റിയാക്ഷൻ, അതെന്താണ് എന്ന് നോക്കുന്ന ഒരു കുഞ്ഞ് മൂവ്മെൻ്റ് ആയിരിക്കാം. വലിയ കാറ് മറിഞ്ഞ് വീഴുന്നത് തൊട്ട് കുഞ്ഞ് കണ്ണിൻ്റെ കൃഷ്ണമണി അനങ്ങുന്നത് പോലും ഒരു മൂവ്മെൻ്റ് ആയിരിക്കാം. അത് ചിലപ്പോൾ നമുക്ക് അവിടെ ആ ഷോട്ടിൽ കാണിക്കേണ്ട ആവശ്യം വരാം. അതിനെയൊക്കെ നമുക്ക് മോട്ടിവേറ്റിംഗ് എലമെൻ്റ് എന്ന് പറയാം. അപ്പം ഇൻ ടേംസ് ഓഫ് പിക്ചർ നമ്മൾ ഈ പറയുന്ന പോലെ സം കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ് ബൈ സബ്ജക്റ്റോ ഒബ്ജക്റ്റിൻ്റെയോ ചില മൂവ്മെൻറ്റുകളാണ് അവിടെ ചിലപ്പോൾ മോട്ടിവേറ്റിംഗ് എലമെൻ്റായി മാറുന്നത്. അതേസമയം സൗണ്ടിൻ്റെ നോക്കിയാലോ, മോട്ടിവേറ്റിംഗ് എലമെൻറ്റ് ഇൻ സൗണ്ട്. ഇനി സൗണ്ട് ബേസ് ചെയ്താണെങ്കിലോ, ഉദാഹരണത്തിന് ഈ പിക്ക് നിങ്ങൾ കാണുന്നുണ്ട്, ഇതൊരു ഷോട്ടായിട്ട് സങ്കല്പിക്കാം. ഇത് അടുത്ത ഷോട്ട്. ഈ ഷോട്ടിൽ എന്താണ്, ഒരു മിഡ് ലോങ് ഷോട്ടാണ്. ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്യാണ് അടുക്കളയിൽ, കിറ്റിൽ വിസിലടിക്കുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഷോട്ടാണ്. ഇങ്ങനെ ഒരു ഷോട്ടിൽ നിൽക്കുമ്പോഴത്തേന് പെട്ടെന്ന് വിസിലടിച്ചു. വിസിലിൻ്റെ ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേന് അടുത്ത ഷോട്ടിൽ അതിനെ എന്താണ്, നമുക്ക് അടുത്ത ഷോട്ടിൽ ആ കെറ്റിൽ കാണിക്കാൻ ഉള്ള ഒരു മോട്ടിവേഷൻ അവിടെ ഉണ്ട്. അങ്ങനെ ഒരു സൗണ്ടാണ് അവിടെ വന്നത്. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഷോട്ടിൽ ആ കെറ്റിലിൻ്റെ ക്ലോസപ്പ് ഉണ്ടെങ്കിൽ, ആ വിസിലടിക്കുന്ന ഷോട്ട് ഉണ്ടെങ്കിൽ അതവിടെ കാണിക്കുക. അവിടുത്തെ മോട്ടിവേറ്റിംഗ് എലമെൻ്റ് എന്ന് പറയുന്നത് ആ വിസിൽ സൗണ്ടാണ് കെറ്റിലിൻ്റെ. അപ്പം തീർച്ചയായിട്ടും അടുത്ത കട്ട് നമുക്ക് എന്താണ്, അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ഇവിടെ ഒരു മൂവ്മെൻറ്റ്, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു മൂവ്മെൻറ്റ് അവിടെ നടന്നിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ മൂവ്മെൻറ്റ് എന്നുള്ളത്? ഈ സബ്ജക്റ്റ് മൂവ്മെൻ്റ് ആണ്. ഇവിടെ വിസിൽ
വിസിലാണ്, ആ ഒരു കെറ്റിലിൻ്റെ വിസിലാണ് മോട്ടിവേറ്റിംഗ് എലമെൻറ്റ് ഇൻ ദ ടേംസ് ഓഫ് സൗണ്ടിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അടുത്ത ഷോട്ട് എന്താ കാണിക്കുക, ആ കെറ്റിലിൻ്റെ ഒരു ഷോട്ട് ഇവിടെ കാണിക്കാൻ പറ്റും. ഇനിയും ഈ ഒരു സീനറിയോ ഒന്ന് മാറ്റിപ്പിടിക്കാം. നമുക്ക് ഒരാൾ ഒരു ക്ലോസപ്പ് ഷോട്ടിലിരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോളിലാവാം, എവിടെ വേണമെങ്കിലും ആവാം. ചിലപ്പോൾ ഒരു വീടിൻ്റെ ഹോളാണെന്ന് കരുതുക. ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ആ ഷോട്ടിലേക്ക് ഒരു സൗണ്ട് കയറി വന്നു. ഇതുപോലെ കെറ്റിലിൽ നിന്നുള്ള വിസിലിൻ്റെ സൗണ്ട് കയറി വരുന്നു. അപ്പോഴും നമുക്ക് അടുത്ത ഷോട്ട് എന്താണ്, ആ കെറ്റിലിൻ്റെ ഷോട്ടിലേക്ക് പോവാം. അപ്പോൾ അതിലേക്കുള്ള ഒരു മോട്ടിവേറ്റിംഗ് എലമെൻ്റ് എന്താണ്, ഇവിടെ ആ വിസിൽ സൗണ്ടാണ്. ഇങ്ങനെ രണ്ട് സിനറിയിലും നമുക്ക് ഈ വിസിലിൻ്റെ സൗണ്ട് ഷോട്ടിലേക്ക് പോവാം. ആദ്യത്തെ കേസിൽ എന്താണ്, അവിടെ ആ വ്യക്തി നിപ്പുണ്ട്, അല്ലെങ്കിൽ ആ ആംബിയൻസ് കാണിക്കുന്നുണ്ട്, ആ വിസിലും കാണിക്കുന്നുണ്ട്. നമുക്ക് ആ വിസിലിൻ്റെ ഷോട്ടിലേക്ക് പോവുകയും ചെയ്യാം. അങ്ങനെയും പോകാം. അതല്ല, ഇങ്ങനെയൊരു സീൻ ആണെങ്കിൽ പോലും എന്താണ്, ആ ഒരു വിസിലിൻ്റെ സൗണ്ട് ഈ ഫസ്റ്റ് ഷോട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ഷോട്ട് ആ ഒരു കെറ്റിലും അതിൻ്റെ ക്ലോസപ്പ് ആണെന്ന് പറഞ്ഞാൽ അതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു മോട്ടിവേഷനാണ് വിസിൽ സൗണ്ട് എന്നുള്ളത്. അവിടെ ഒരു മോട്ടിവേറ്റിംഗ് എലമെൻറ്റ് വന്നു, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിളും കൂടെ സൗണ്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള മോട്ടിവേഷൻ. നമ്മളിപ്പം ആദ്യത്തെ കേസിൽ ആ കിച്ചണിൽ നിൽക്കുന്ന ആ ഒരു ഷോട്ട് നമ്മൾ ആദ്യം ഒരു ഷോട്ട് എഡിറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു ഷോട്ട് എഡിറ്റ് ചെയ്തു. ഇവിടെ വിസിലിൻ്റെ ശബ്ദം കേൾക്കുകയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഷോട്ടിൽ ഇങ്ങനെ ട്രെയിൻ വിസിലിൻ്റെ ഒരു ഷോട്ട് ഉണ്ടെങ്കിൽ, ഇങ്ങനെ ട്രെയിൻ പോകുന്ന ഈ ഒരു ക്ലോസപ്പ് ഷോട്ടിൽ ട്രെയിനിൻ്റെ ആ ഒരു വിസിലടിക്കുന്ന ശബ്ദം ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെയും കട്ട് ചെയ്യാനും പറ്റും. അവിടെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയും നമുക്ക് ക്രിയേറ്റീവായിട്ട് ഈ ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് ട്രാൻസിഷൻ കൊടുക്കാൻ പറ്റും. ഇങ്ങനെ സൗണ്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക്, അതായത് നമ്മുടെ സീനിൽ ഒട്ട് ബന്ധമില്ലാതെ വേറൊരു സീനിലേക്ക് നമുക്ക് പോകാനായിട്ട്, മീൻസ് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ആംബിയൻസിൽ നിന്നൊക്കെ മാറി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു ആംബിയൻസിലേക്ക് പോകാനായിട്ടൊരു ബ്രിഡ്ജ്, സൗണ്ട് ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. അതിനെയാണ് അതിനെയാണ് നമ്മൾ സൗണ്ട് ബ്രിഡ്ജ് എന്നും പറയാം. ആ ഒരു വിസിലിൻ്റെ സൗണ്ടിൽ നിന്ന് നേരെ വേറൊരു സൗണ്ട്, മീൻസ് അതായിട്ട് സാദൃശ്യമുള്ള വിസിൽ സൗണ്ടിലേക്ക്. ഇവിടെ ട്രെയിനാണ്, പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആംബിയൻസും സ്പേസിലേക്കും ആണ് നമ്മൾ കട്ട് ചെയ്ത് മാറിയേക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ സൗണ്ട് ബ്രിഡ്ജ് എന്നും പറയാം. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എഡിറ്റ് ചെയ്യാം. വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു എഡിറ്റിംഗ് മെത്തേഡാണിത്. അങ്ങനെയും ചില സിനിമകളിലൊക്കെ പർപ്പസ്ഫുള്ളി എഡിറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ കണ്ടിട്ടും ഉണ്ടാവും. അപ്പം അങ്ങനെ രണ്ട് എലമെൻറ്റ് നമ്മളിപ്പം പഠിച്ചു, മോട്ടിവേഷൻ, അതുപോലെ ഫസ്റ്റ് വൺ ഈസ് ഇൻഫർമേഷൻ. ഇനി അടുത്തത് ഷോർട്ട് കമ്പോസിഷനാണ്. ഈ ഷോർട്ട് കമ്പോസിഷൻ നമ്മൾ ആദ്യം തൊട്ട് പറയുന്നതാണ്, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു എലമെൻ്റാണ്. കാരണം ഷോർട്ടാണ് നമ്മുടെ ബേസിക് വിഷ്വൽ ലാംഗ്വേജ് തിങ്. ഷോർട്ട് സീക്വൻസായി മാറും, ആ സീക്വൻസാണ് ഒരു സീനായി മാറുന്നത്, ആ സീനാണ് ഒരു സിനിമയായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു വീഡിയോ പ്രൊജക്റ്റായി മാറുന്നത്, ഒരു സീരിയലായി മാറുന്നത്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്കതിൽ വിളിക്കാം. ഷോർട്ട് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഷോട്ടുകൾ എടുക്കുന്നത് ക്യാമറമാനും ഡയറക്ടറും കൂടെ ഒക്കെ എടുത്ത് അതിൽ നമുക്കൊന്നും കമ്പോസ് ചെയ്യാനായിട്ട് പിന്നെ നമ്മളെ കൊണ്ട് പറ്റില്ല. അവരെടുത്ത് തന്നിരിക്കുന്ന ഷോട്ടുകൾ കുറച്ചൊന്ന് റീസൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒന്ന് വലുതാക്കാം, അല്ലെങ്കിൽ കുറച്ച് ക്രോപ്പൊക്കെ ചെയ്യാം. എന്നല്ലാണ്ട് നമുക്കതിൻ്റെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്കതിൽ കൈ കടത്താനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന ഷോട്ട് പെർഫെക്റ്റ് ആണോ? പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനൊരു സീനാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഷോട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു 2 ഷോട്ടാണ്, രണ്ടുപേരിരുന്ന് ഇരിക്കുന്ന ഒരു ഷോട്ട്, ഒരു രണ്ടുപേരിരുന്ന് സംസാരിക്കുകയാണ്. അത് സെക്കൻഡ് ഷോട്ട് എന്ന് പറയുമ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ഷോട്ടാണ്. ഇദ്ദേഹം റൈറ്റിലേക്ക് നോക്കുന്നു. കാരണം നമ്മൾ കാണിച്ചത് എന്താണ്, റൈറ്റിലൊരു ലേഡിയും ലെഫ്റ്റിൽ ഇയാളും ഇരിക്കുന്നു. അപ്പം ആ റൈറ്റിലെ ലേഡിയിലേക്ക് നോക്കുന്നതാണ് അതിന് ശേഷം നമ്മൾ ഇട്ട ഷോട്ട്. അപ്പോൾ നോക്കി, ഇവിടുത്തെ ഷോർട്ട് കമ്പോസിഷൻ നമ്മൾ നോക്കണം.
ഇവിടെ ഒരു ലുക്കിംഗ് സ്പേസ് ഉണ്ടോ എന്ന് നോക്കണം. ഐലൈൻ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പഠിച്ചു, ഐലൈൻ മാച്ചിങ് കറക്റ്റായിട്ട് ആ വ്യക്തിയാണോ നോക്കുന്നത്. കാരണം ഓഡിയൻസിന് രജിസ്റ്റർ ആക്കി കഴിഞ്ഞു, റൈറ്റിൽ ഈ ലേഡിയും ലെഫ്റ്റിൽ ഇയാളുമാണ് ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം ഓഡിയൻസിൻ്റെ അറ്റൻഷൻ മുഴുവൻ അങ്ങനെ ആയിരിക്കും. അദ്ദേഹം റൈറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന മറ്റേ ലേഡിയാണ് എന്നുള്ളത് ഓഡിയൻസിൻ്റെ മൈൻഡിൽ അത് രജിസ്റ്റർ ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ റിയാക്ഷൻ ഷോട്ടായിട്ട് അടുത്തത് ഈ ലേഡിയുടെ ഷോട്ടായിരിക്കും വരുന്നത്. ലേഡിയുടെ ലുക്ക് കറക്റ്റാണോ, അത് ഐലൈൻ മാച്ചാണോ, ഐലൈൻ ഇവിടെ ഒരു ലുക്കിംഗ് സ്പേസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കോമ്പോസിഷൻ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഒരു ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസ് എ എഡിറ്റർ എന്ന നിലയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കട്ടവേ ഷോട്ട്സുകളും ഒക്കെ ആഡ് ചെയ്ത് ഒക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐലൈൻ മാച്ച് അല്ലെങ്കിലോ ഷോട്ട് റീ എടുപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യേ പറ്റൂ ഒരു സിനിമ പോലുള്ള പ്രൊജക്റ്റിലാണ്. അല്ലാത്താണ് നമ്മളത് അംഗീകരിച്ചു കൊടുക്കുക. വേറെ ഷോട്ടുകളൊന്നും ഇല്ല. ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം പോലുള്ള വർക്കുകളൊക്കെ ആണെങ്കിൽ അതിൽ ഇനിയും വീണ്ടും ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മളത് ഇട്ട് കൊടുക്കാൻ പറ്റും. അത് ഡിഫറെൻ്റ് ഓരോ പ്ലാറ്റ്ഫോമിലും നമ്മളത് ഏത് രീതിയിൽ എടുക്കുന്നു അതിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ക്യാമറ ആംഗിൾ. നമ്മൾ സ്ക്രീൻ ഡയറക്ഷനും 180 ഡിഗ്രിയൊക്കെ പഠിച്ചിരുന്നു. അപ്പം നമുക്ക് തരുന്ന ഷോട്ടുകൾ, അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന ഷോട്ടുകളിൽ ക്യാമറ ആംഗിൾസ് ചേഞ്ച് ഉണ്ടോ, 30 ഡിഗ്രി വേരിയേഷൻ ഉണ്ടോ, 180 ഡിഗ്രിയിൽ തന്നെ 30 ഡിഗ്രി ഒരു ചേഞ്ച് ക്യാമറ ആംഗിളിന് വന്നിട്ടില്ല എങ്കിൽ അവിടെ ഒരു ജമ്പ് ഫീൽ ചെയ്യും. ജമ്പ് കട്ട് എന്ന് പറയും. ഒരു ജമ്പ് ഫീൽ ചെയ്യും, ഒരു ജെർക്ക് ഫീൽ ചെയ്യും. അതിന് നമ്മൾ ക്രിയേറ്റീവ് ജെർക്ക് എന്ന് പറയും ഫിലിം ടേമിൽ. അതായത് ഒരു അടി നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരേ ആംഗിളിൽ തന്നെ അടുത്ത ഷോട്ടും ഒരേ ആംഗിളിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ വേരിയേഷൻ പോലും ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറിയ മാറ്റം പോലും ഇല്ലാതെ ഷൂട്ട് ചെയ്യുകയാണ് അടുത്ത ഷോട്ടെങ്കിൽ ആ ഷോട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുമ്പം ഒരു ക്രിയേറ്റീവായിട്ട് ഒരു ക്രിയേറ്റീവ് അല്ല, ഒരു ജെർക്ക് ഫീൽ ചെയ്യും. ആ ജെർക്കിനെ നമ്മൾ ചിലർ ക്രിയേറ്റീവായിട്ടൊക്കെ ഉപയോഗിക്കും. ജമ്പ് ഒന്ന് അവിടെ ആൾക്കാർക്ക് ഒരു ഡിസ്ട്രാക്ഷൻ അവിടെ ഉണ്ടാവണം, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവണം എന്നൊരു പർപ്പസ്ഫുള്ളി ചിലർ ജെർക്ക് ക്രിയേറ്റ് ചെയ്യും. അതല്ലാണ്ട് അബദ്ധത്തിലും ജെർക്കുകൾ ഉണ്ടാവും. അതിനെയാണ് ജമ്പ് കട്ട്സ് എന്ന് പറയുന്നത്. ഒരു ജമ്പ് ഉണ്ടാവും. അപ്പം ക്യാമറ ആംഗിൾ അടുത്ത ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് പോകുമ്പം നമ്മൾ പഠിച്ച സ്ക്രീൻ ഡയറക്ഷനിലും 180 ഡിഗ്രിയിലും ഒക്കെ റൂൾസും ഗൈഡ് ലൈൻസും ഒക്കെ നോക്കി ചെയ്തതാണോ എന്ന് നമ്മൾ അറിയുക, ശ്രദ്ധിക്കുക. ഈ റൂൾസും ഒക്കെ പഴയ പണ്ട് തൊട്ട് യൂസ് ചെയ്ത് വരുന്നതാണ്. അതിൽ മാറ്റങ്ങൾ വരുന്നു. മാറ്റം മീൻസ് അത് ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യണമെന്ന് ഇൻറ്റൻഷനോടുകൂടി ചെയ്യുന്ന ആളുകളുണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്, ക്യാമറമാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്യണം. അങ്ങനെ ഒരു ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം അവർ ഇങ്ങനൊരു പർപ്പസ്ഫുള്ളി അത് ജെർക്ക് ചെയ്തതാണ്, അല്ലെ അവിടെ ബ്രേക്ക് ചെയ്തതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ആ രീതിയിലും എഡിറ്റ് ചെയ്യാം. അതല്ല ചിലർ അബദ്ധം പറ്റി ചെയ്യാറുമുണ്ട്. ഇതുപോലെ ആംഗിൾസ് കറക്റ്റ് ആവാതെ 30 ഡിഗ്രി ചേഞ്ച് ഒന്നും ഇല്ലാണ്ട് കൊണ്ടുവരുന്നതുമുണ്ട്. അപ്പം അവിടെ അങ്ങനെ ഒരു ജെർക്ക് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതും നിങ്ങൾക്ക് അവിടെ നോക്കാം ആസ് എ എഡിറ്റർ എന്ന നിലയിൽ. അപ്പം ക്യാമറ ആംഗിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജമ്പ് കട്ടിനെ പറ്റി നമ്മളിവിടെ പറഞ്ഞു. ജമ്പ് കട്ട് എന്ന് പറയുന്നത് ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണ്. ദാറ്റ് കട്ട്സ് ബിറ്റ്വീൻ 2 സീക്വൻഷ്യൽ ഷോട്ട്സ്. ഈ 2 ഷോട്ടുകളുടെ ഇടയിൽ വലിയ മാറ്റം, ക്യാമറ ആംഗിൾസ് തമ്മിൽ വലിയ മാറ്റം വന്നില്ലെങ്കിൽ അവിടെ ജമ്പ് ഫീൽ ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ ജമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു ഷോട്ടിൽ നിന്ന് ഒരു മൂവ്മെൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക ഒരു റൂമിൽ ആർട്ടിസ്റ്റ് ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുപാട് ആക്ടിവിറ്റി അവിടെ ചെയ്യുന്നു. ആ ആക്ടിവിറ്റി കുറേ നേരം കാണിച്ചു കഴിഞ്ഞാൽ വലിയൊരു സമയം അവിടെ പോകും. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു ആക്ടിവിറ്റി അവിടെ അയാൾ ബുക്കൊക്കെ എടുത്ത് മറിച്ച് നോക്കുന്നത് കാണിച്ചിട്ട് പെട്ടെന്ന് ഒരു ഡിസോൾവോ കട്ടോ കൊടുത്തിട്ട് അടുത്ത ആക്ടിവിറ്റി അയാൾ ഒരു ഡ്രസ്സ് ഇടുന്നത് കാണിക്കാം. പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കട്ടടിച്ച് അയാൾ നേരെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അവിടെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ജമ്പ് യൂസ് ചെയ്യാം. അതിനാണ് ക്രിയേറ്റീവ് ജെർക്ക് എന്ന് പറയുന്നത്, അല്ലെ ക്രിയേറ്റീവ് ജമ്പ് എന്ന് പറയുന്നത്. അപ്പം ജമ്പ് കട്ട് എന്ന് പറയുമ്പം അവിടെ ക്രിയേറ്റീവായിട്ടും യൂസ് ചെയ്യാം. അതല്ലാണ്ട് നമ്മൾ
ക്യാമറ ആംഗിൾസിന് ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ ഒരേ ഷോട്ട് തന്നെ വീണ്ടും അടുത്ത ഷോട്ട് ഒരേ ആംഗിളിലും എടുക്കുകയാണെങ്കിലും ഒക്കെ ജമ്പ് വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എലമെൻറ്റിലേക്ക് നമുക്ക് പോവാം. കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി വളരെ വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു. നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം നോക്കിക്കഴിഞ്ഞു. കുറച്ചുകൂടെ കാര്യമായിട്ട് ഡീപ്പായിട്ട് നമുക്ക് കണ്ടിന്യൂറ്റിയെ പറ്റി പഠിക്കാം. കണ്ടിന്യൂറ്റി നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഫൂട്ടേജിൽ ഷോർട്സുകളിൽ നിർബന്ധമാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് വീഡിയോ ആണ്. അപ്പം വീഡിയോയിൽ ഇത് മുമ്പോട്ട് പോകുന്ന അനുസരിച്ച് അതിനൊരു തുടർച്ച ആവശ്യമാണ്. തുടർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഓഡിയൻസ് എൻഗേജ്ഡ് ആയിട്ടിരിക്കത്തുള്ളൂ. അവരെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശ്രദ്ധ മുഴുവൻ അതില്ല. അത് പോയി, അതിൻ്റെ ഡ്രസ് കണ്ടിന്യൂറ്റി പോയി, അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റിൻ്റെ കണ്ടിന്യൂറ്റി പോയി, പൊസിഷൻ കണ്ടിന്യൂറ്റി, അങ്ങനെ അവരതിലേക്കാണ് പിന്നെ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് പോകും. ആസ് എ എഡിറ്റർ എന്ന നിലയിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ അത് ഓഡിയൻസ് അറിയാൻ പാടില്ല. അവിടെയാണ് ഒരു എഡിറ്റർ വിജയിക്കുന്നത്. അപ്പം അവിടെ ഇപ്പോൾ നമ്മൾ അവരറിയാതിരിക്കണമെങ്കിൽ കണ്ടിന്യൂറ്റിയുടെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഫൂട്ടേജുകൾക്ക് ചിലപ്പോൾ കണ്ടിന്യൂറ്റി കൊണ്ടുപോകാനായിട്ട് സാധിച്ചെന്ന് വരികയില്ല. ഡിപ്പെൻഡ്സ് ഓൺ പല സിറ്റുവേഷനാണ്. ഒന്നെങ്കിൽ ക്യാമറമാൻ, ഇപ്പോൾ ഡയറക്ടേഴ്സും ക്യാമറമാനും കൂടെ ഷൂട്ട് ചെയ്ത സമയത്ത് ഉള്ള മിസ്റ്റേക്കുകളാവാം, അല്ലെങ്കിൽ അവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിലായിരിക്കും കണ്ടിന്യൂറ്റി സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ലൊക്കേഷനിൽ അവരെ ഏൽപ്പിച്ച പണി അവർ കണ്ടിന്യൂറ്റി മിസ്റ്റേക്സുകൾ വരുത്തിയിട്ടുണ്ടാവാം. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് കണ്ടിന്യൂറ്റി മിസ്റ്റേക്സുകൾ വരും. അപ്പം അത് ഏതൊക്കെയാണ് കണ്ടിന്യൂറ്റി നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഇവിടെ നോക്കാം. കണ്ടിന്യൂറ്റി ഓഫ് കണ്ടൻറ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടിന്യൂറ്റി. കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ സ്ക്രീനിൽ വരുന്നതെല്ലാം കണ്ടൻറ്റാണ്. അതിൽ ആർട്ടിസ്റ്റ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ഷോട്ട് കാണിക്കുന്നു, ആ ഷോട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നു, ആ ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് പോകുന്ന ആക്ഷൻസുകൾ, പെർഫോമൻസുകൾ, അതൊക്കെയാണ് ഇവിടെ കണ്ടൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഷോട്ടിൽ നിന്ന് അതിന് കണ്ടിന്യൂറ്റി ഉള്ള ഷോട്ടാണെങ്കിൽ ആ ഷോട്ടിലെ കണ്ടൻറ്റുകളുടെ കണ്ടിന്യൂറ്റി കറക്റ്റാണോ? ഫോർ എക്സാമ്പിൾ, ഇങ്ങനൊരു ഷോട്ടുണ്ട്. ഒരാൾ ഫോൺ എടുക്കുന്നു ഫസ്റ്റ് ഷോട്ടിൽ. സെക്കൻഡ് ഷോട്ടിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടും അവർ ഷൂട്ട് ചെയ്തതും ഈ ഷോട്ടാണ്. മീൻസ് ലെഫ്റ്റ് ഹാൻഡിൽ ഫോൺ ഇരിക്കുന്നു. അതെങ്ങനെ ശരിയാവും? റൈറ്റ് ഹാൻഡിൽ ഫോൺ എടുത്ത് തൊട്ടടുത്ത ഷോട്ടാന്ന് ഓർക്കണം. ഒരു മാറ്റവും ഇല്ല, വേറൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ ഡിസോൾവോ മറ്റ് ട്രാൻസിഷൻസ് ഒന്നുമില്ല. നേരെ ഈ ഷോട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ എഡിറ്റർ പിന്നെ നോക്കേണ്ടത് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കിടാനായിട്ട് എന്തെങ്കിലും കട്ടവേ ഷോട്ട്സ് ഉണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനൊരു സീനിൽ കട്ടവേ ഷോട്ട്സ്, ഒന്നെങ്കിൽ ഈ ഒരു വേസിൻ്റെ ഒരു ഷോട്ടുണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി, ആരുടെയെങ്കിലും ക്ലോസപ്പേഴ്സ്, മറ്റ് സബ്ജക്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ആക്ഷൻസോ വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ മറ്റ് ക്യാരക്ടേഴ്സും എല്ലാം വരുന്നുണ്ടോ. അപ്പം ആ ഷോട്ട് ഇതിൻ്റെ ഇടയ്ക്കൂട്ടി ഇടുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഫസ്റ്റ് ഷോട്ട് നമുക്ക് ഇങ്ങനൊരു ഷോട്ട് കാണിച്ചിട്ട് അടുത്ത ഷോട്ടിൽ രണ്ടാളുകൾ കയറി വരുന്നു ആ റൂമിലോട്ട്. അങ്ങനൊരു ഷോട്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഷോട്ട് കയറ്റിയിടാം. എന്നിട്ട് ഇദ്ദേഹം ലെഫ്റ്റ് ഹാൻഡിലോ റൈറ്റ് ഹാൻഡിലോ എവിടെ വേണേലും വെച്ചാലും നമുക്കൊരു വിഷയമില്ല. ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ അയാളുടെ ഫോൺ ലെഫ്റ്റിലേക്ക് മാറി എന്ന് ഓഡിയൻസ് അനുമാനിക്കാം, കുഴപ്പമില്ല. അതേസമയം നിങ്ങൾ ഈ രണ്ട് ഷോട്ട് അടുപ്പിച്ചിടുന്നതെങ്കിൽ ഇവിടെ ഒരു വലിയൊരു ജെർക്ക് സംഭവിക്കും, ഇവിടെ ഒരു ജമ്പ് ഫീൽ ചെയ്യും. അത് വ്യൂയിങ്ങിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. സോ ഇങ്ങനൊരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യുക? നമുക്ക് ഫസ്റ്റ് ഷോട്ട് ഇട്ടിട്ട് ഒരു കട്ടവേ ഷോട്ട് ഉണ്ടെങ്കിൽ കട്ടവേ ഷോട്ട് ഇടുക. ഇതിന് ശേഷം ഈ ഷോട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കണ്ടിന്യൂറ്റി ഓഫ് മൂവ്മെൻറ്റ് നോക്കാം. മൂവ്മെൻറ്റിലുള്ള കണ്ടിന്യൂറ്റി. ഇവിടെ നമ്മുടെ സ്ക്രീൻ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്രീൻ ഡയറക്ഷൻ. അതുപോലെ തന്നെ 180 ഡിഗ്രി റൂള്, ഇതൊക്കെ പെർഫെക്റ്റായിട്ട് പോയാലേ നമുക്ക് മൂവ്മെൻറ്റിൻ്റെ കണ്ടിന്യൂറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം കണ്ടിന്യൂറ്റി, ആ മൂവ്മെൻറ്റിൻ്റെ ഒരു കണ്ടിന്യൂറ്റിക്ക് ഒരു
നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, അതിൻ്റെ ഒരു കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ലോജിക്കലായിട്ടുള്ള ചില കട്ടവേസ് അല്ലെ ഇൻസേർട്ട് ഷോട്ടുകൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്കൊരു പിക്ക് നോക്കാം, ഒരു പടം നോക്കാം. ഇതിൽ ഒരു പെൺകുട്ടി സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുന്നു, ഫസ്റ്റ് ഷോട്ട്. സെക്കൻഡ് ഷോട്ട് അതിൻ്റെ ഒരു ലോങ് ഷോട്ട്, അല്ല ഒരു എക്സ്ട്രീം ലോങ് ഷോട്ട് ആ പെൺകുട്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. മൂന്നാമത്തെ ഷോട്ടിൽ അതിൻ്റെ തുടർച്ച നമ്മൾ ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടുത്തെ ആദ്യത്തെ രണ്ട് ഷോട്ട് നോക്കി, ഈ രണ്ട് ഷോട്ട് നിങ്ങളിപ്പോൾ നോക്കിയാണ്. ഈ രണ്ട് ഷോട്ടിൽ ഫസ്റ്റ് ഷോട്ടിൽ സ്ക്രീൻ ഡയറക്ഷൻ പക്കയാണ്. ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് ഇൻ ചെയ്ത് റൈറ്റിലോട്ട് ഓടിച്ചു പോകുന്നു. വീണ്ടും വണ്ടി സൈക്കിള് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ക്രീൻ ഡയറക്ഷൻ കറക്റ്റാണ്. അതേസമയം നമുക്ക് ഈ ഷോട്ടിന് പകരം ഫസ്റ്റ് ഷോട്ട് ഇത് തന്നെ കിട്ടിയിട്ട് സെക്കൻഡ് ഷോട്ട് നോക്കിയേ. സെക്കൻഡ് ഷോട്ടിൽ ഈ പെൺകുട്ടി തിരിച്ച് ലെഫ്റ്റിലേക്ക് ഓടിച്ചു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്, അല്ല. ഇവിടെ 180 ബ്രേക്കാണ്, അതുപോലെ സ്ക്രീൻ ഡയറക്ഷൻ തെറ്റാണ്. ഇവിടുന്ന് റൈറ്റിലോട്ട് ഓടിച്ചു പോകുമ്പോൾ അടുത്ത തൊട്ട് ഷോട്ടിൽ കാണിക്കുന്നത് ഇങ്ങനൊരു ലെഫ്റ്റിലേക്ക് ഓടിക്കുന്നതായിട്ടാണ്, തിരിച്ചു വരുന്നതായിട്ടാണ് ലെഫ്റ്റ് ഷോട്ട് പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എല്ലാവരും ഒന്ന് ഈ റൂള് മെയിൻറ്റെയിൻ ചെയ്ത് ശ്രദ്ധിച്ച് അതേ ഓർഡറിൽ ചെയ്തുകൊണ്ട് നമ്മുടെ എഡിറ്റ് ചെയ്യാൻ വരികയില്ല, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ തരില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ കട്ടവേ ഷോട്ട്സുകളൊക്കെ അത്യാവശ്യം ബോധമുള്ള ക്യാമറമാരാണെങ്കിൽ പിടിച്ചിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് എഡിറ്റിങ്ങിൻ്റെ ഒരു ബേസിക് സെൻസെങ്കിലും ഉള്ളവർ. അപ്പം ഇങ്ങനെ ഒരു ക്ലോസപ്പ് ഷോട്ട്, ഈ പെൺകുട്ടി ഓടിക്കുന്നതിൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ട്, സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ അപ്പുറത്തിരുന്ന് കാണുന്ന ഒരു ക്ലോസപ്പ് ഷോട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പം ഇങ്ങനെ രണ്ട് ഷോട്ടാണ് അവർ തരുന്നതെങ്കിൽ പോലും, അതായത് ഫസ്റ്റ് റൈറ്റിലോട്ട് ഓടിച്ചിട്ട് വീണ്ടും തിരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നതായിട്ടുള്ള ഷോട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് ഷോട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഷോട്ട് ഈ ലുക്ക് കൊടുക്കുക. ഈ ലുക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പോയാലും നോ പ്രോബ്ലം. കാരണം ഓഡിയൻസിന് അത് അവരെ എൻഗേജ് ചെയ്യിക്കാം. ഈ ഒരു ലുക്കിൽ ഇതിൻ്റെ പ്രശ്നമൊന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പം സ്ക്രീൻ ഡയറക്ഷനൊക്കെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മളെ സഹായിക്കുന്ന കാര്യം ഇതുപോലുള്ള കട്ടവേസും ഇൻസേർട്ട് ഷോട്ടുകളും അഡീഷണൽ ക്ലോസപ്പുകളൊക്കെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതുമൊക്കെയാണ്. ഓക്കെ, അതാണ് കണ്ടിന്യൂറ്റി ഓഫ് മൂവ്മെൻറ്റ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂവ്മെൻറ്റിൻ്റെ കണ്ടിന്യൂറ്റി. അങ്ങനെയാണ് നമ്മൾ സ്ക്രീൻ ഡയറക്ഷൻ പഠിച്ചത്. കണ്ടിന്യൂറ്റി ഓഫ് പൊസിഷൻ, അതായത് നമ്മൾ ഫ്രെയിം ചെയ്യും ക്യാരക്ടേഴ്സിനെയും ഒബ്ജക്ട്സിനെയൊക്കെ, ബാക്ക്ഗ്രൗണ്ട് ഒബ്ജക്റ്റുകളെയൊക്കെ ഫ്രെയിം ചെയ്യും. ഇന്ന പൊസിഷനിൽ നിന്നൊരു ഉദാഹരണത്തിന് ഒരു ഷോട്ട്, ഒരു ഡോഗ്, ഒരു പട്ടിയുള്ള ഒരു ഷോട്ട്. ആ ഷോട്ടിൽ നമ്മളൊരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് കാണിക്കുന്നു, കുറേ ആളുകളുണ്ട്. അടുത്ത ഷോട്ടിൽ ഈ പറഞ്ഞ പോലെ ആ പട്ടിയുടെ സ്ഥാനത്ത് പട്ടിയില്ല. തൊട്ടപ്പുറത്ത് അടുത്ത ഷോട്ടിൽ പട്ടിക്ക് പകരം പട്ടി അവിടെ നിന്ന് ഓടിപ്പോയി. അതിനർത്ഥം അവിടെ പൊസിഷൻ കണ്ടിന്യൂറ്റി മാറിയെന്നാണ്. അപ്പം അങ്ങനെ ഷോട്ടുകൾ വല്ലതും വരുന്നുണ്ടെങ്കിൽ അത്ര നോട്ടീസബിൾ അല്ല അതായത് നോട്ടീസബിൾ അല്ല എങ്കിൽ നമുക്കത് ഇടുന്നതിന് കുഴപ്പമില്ല. അതല്ല പറയുന്ന പോലെ ആദ്യത്തെ ഷോട്ടിൽ ഈ ഡോഗിനെ കാണിച്ചിട്ട്, ഈ പട്ടിയെ കാണിച്ചിട്ട് തൊട്ടടുത്ത ഷോട്ടിൽ ഈ പട്ടി കൂടിയുള്ള ഒരു മിഡ് ഷോട്ടോ ഒരു ക്ലോസപ്പോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ഡോഗിനെ ആവശ്യമാണ്. അപ്പോൾ അത് കണ്ടിന്യൂറ്റിക്ക് പ്രശ്നം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ചെയ്ത പോലെ തന്നെ ഇൻസേർട്ട് ഷോട്ടുകൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കട്ടവേ ആഡ് ചെയ്യാമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ക്ലോസപ്പ് എടുക്കുക, രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്ന ക്ലോസപ്പ് എടുക്കുക എന്ന് വെച്ചാൽ അതിൽ ലെഫ്റ്റിൽ ഒരാളെ പ്ലേസ് ചെയ്തു, റൈറ്റിൽ മറ്റൊരാളെയും പ്ലേസ് ചെയ്ത് നമ്മളത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലുക്ക്, അതുപോലെ തന്നെ അവരുടെ ആ പൊസിഷനിങ്ങും ഒക്കെ ആ ഷോട്ട് തീരുന്നവരല്ലേ ആ സീൻ, അറ്റ്ലീസ്റ്റ് ആ സീനിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് വരെ ആ സീനിലെ പൊസിഷൻ അതായിരിക്കണം. അതിലൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. അല്ലാണ്ട് ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ പെട്ടെന്ന് ലെഫ്റ്റ് ഫ്രെയിമിൽ പോസ് ചെയ്ത ആളിനെ പിടിച്ച് റൈറ്റിലോട്ട് മാറ്റി ബാക്കിയെടുക്കാം എന്ന് വിചാരിച്ച്
കാരണം ഷൂട്ടിംഗ് എന്ന് പറയുന്നതൊന്നും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നില്ല. ഒരു ഷോട്ടിൽ പോലും ചിലപ്പോൾ ഒരു 3-4 മണിക്കൂറിൻ്റെ എഫേർട്ട് ഉണ്ടാവും. അപ്പം നമ്മളൊരു ഷോട്ട് എടുത്ത് ഇനി അത് പിന്നെ വേറൊരു ദിവസമായിരിക്കും ചിലപ്പം ഇതിൻ്റെ തൊട്ടടുത്ത ഷോട്ട് എടുക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പം ഇതൊന്നും നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, കണ്ടിന്യൂറ്റീസ് ഒന്നും നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച് ഉണ്ടാവും, ആക്ഷൻ കണ്ടിന്യൂറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മിസ്റ്റേക്സുകൾ എറേഴ്സൊക്കെ പറ്റും. അതുകൊണ്ടാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനെ പോലുള്ളവരെയൊക്കെ നിർത്തി കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യിക്കുന്നത്. അതിപ്പം മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി ആണെങ്കിലും ആക്ഷൻ കണ്ടിന്യൂറ്റി ഒക്കെ ആണെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം കണ്ടിന്യൂറ്റി ഓഫ് പൊസിഷൻ കണ്ടിന്യൂറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടിന്യൂറ്റി ഓഫ് മൂവ്മെൻറ്റ് പോലെ തന്നെ, അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഓഫ് നമ്മുടെ കണ്ടൻറ് കണ്ടിന്യൂറ്റി പോലെ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് വരുന്നത് കണ്ടിന്യൂറ്റി ഓഫ് സൗണ്ടാണ്. സൗണ്ടിൻ്റെ ഏറ്റവും വലിയ അടുത്തായിട്ട് കണ്ടിന്യൂറ്റി ഓഫ് സൗണ്ടിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. നമ്മളിപ്പം വിഷ്വലിനെ പറ്റിയാണല്ലോ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിഷ്വൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓഡിയോ ട്രാക്ക്. നമ്മൾ ചെയ്യുന്ന വിഷ്വൽ ക്ലിപ്സുകൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓഡിയോ ട്രാക്ക്. അതിൽ പ്രത്യേകിച്ച് ആംബിയൻസ്, ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഒരു സീനിൽ നമ്മൾ വിഷ്വൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, അവിടെ ഓഡിയോ അതിൻ്റെ സൗണ്ടുകൾ, ആ ആംബിയൻസിൽ വരാവുന്ന സൗണ്ടുകൾ. അപ്പം ആ സൗണ്ടുകൾ ഇപ്പോൾ ഫസ്റ്റ് ഷോട്ടിൽ ഒരു സ്ട്രീറ്റിൽ 2 പേര് വർത്തമാനം പറയുന്ന ഒരു സീനാണ് ഷൂട്ട് ചെയ്തത്. ആ ഷോട്ടാണ് ഒരു 2 പേര് വർത്തമാനം പറഞ്ഞ് വരുന്ന ഒരു ഷോട്ട്, 2 ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ക്ലോസപ്പിലേക്ക് പോകുമ്പം അവിടെ ഒരു ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഒരു ഓട്ടോയോ അല്ലെങ്കിൽ മറ്റൊരു വണ്ടിയോ വല്ലതും വാഹനമോ എല്ലാം പോകുന്ന ഒരു സൗണ്ടും വാഹനവും പോകുന്നതുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ഷോട്ടിൽ ഒരു ക്ലോസപ്പ് വരുമ്പോഴും സൗണ്ടിൻ്റെ ബാക്കിയും ഉണ്ടാവണം, കണ്ടിന്യൂറ്റി അവിടെ ഉണ്ടാവണം. ആ വെഹിക്കിൾ പാസ് ചെയ്തു എന്നുള്ളതിൻ്റെ ആ ഒരു ഡെപ്തും ഒരു പെർസ്പെക്റ്റീവിനനുസരിച്ച് സൗണ്ട് സെക്കൻഡ് ഷോട്ടിലും അതിൻ്റെ കണ്ടിന്യൂറ്റി പോലെ ഉണ്ടാവണം. പക്ഷെ സെക്കൻഡ് ഷോട്ടിൽ ചിലപ്പം ആദ്യത്തെ ഷോട്ടിൽ കേട്ട അത്രയും ഒരു സൗണ്ടിന് അത്രയും ലെവൽ ഉണ്ടാവത്തില്ലായിരിക്കും. അത് നമ്മുടെ ആ ഒരു ലോജിക്കിനനുസരിച്ച്, ആ സൈഡ് എഡിറ്റർ എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു ലോജിക്കിനനുസരിച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എങ്കിൽ കൂടി സൗണ്ട് മിക്സിംഗ് ഒക്കെ ചെയ്യുന്നത് പുറത്ത് ഓഡിയോ മിക്സിംഗ് അല്ലെങ്കിൽ മിക്സിംഗ് എഞ്ചിനീയേഴ്സ് ഒക്കെ ആയിരിക്കും. എങ്കിൽ പോലും നമ്മളൊരു ലോജിക്കലി ഒരു സൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂറ്റി ഓഫ് സൗണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് ഇപ്പോൾ ആ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് വെഹിക്കിൾ പോയി ഫസ്റ്റ് ഷോട്ടിൽ, സെക്കൻഡ് ഷോട്ടിൽ പിന്നെ കംപ്ലീറ്റ്ലി ആ വെഹിക്കിളിൻ്റെ സൗണ്ടേ ഇല്ല എങ്കിൽ അവിടെ കണ്ടിന്യൂറ്റിക്ക് ഒരു ക്ഷത വെക്കും സൗണ്ടിൻ്റെ കാര്യത്തിൽ. കാരണം ഇതൊക്കെ ഓഡിയൻസിൻ്റെ ശ്രദ്ധ അതിൽ നിന്ന് പോകും. അവരെ എപ്പോഴും എൻഗേജ് ചെയ്ത് ആ കഥയിൽ തന്നെ ഉൾക്കൊള്ളിച്ച് അവർ അതിൻ്റെ ഡയറക്ഷൻ മറന്ന്, ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി മറന്ന്, എഡിറ്റിംഗ് മറന്ന്, എഫക്ട്സുകൾ മറന്ന് കഥയിൽ ലയിക്കണം. അതാണ് എല്ലാ ടെക്നീഷ്യന്മാരും ആഗ്രഹിക്കുന്നത്. ഡയറക്ടർ ഉൾപ്പെടെ ക്യാമറമാരും എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരുടെ ആ കഥയിൽ ഉൾക്കൊണ്ട് നിൽക്കണം ആളുകൾ. അപ്പം ഇതിന് ആ ഒരു സ്റ്റോറി ടെല്ലിങ് ആ ഒരു എക്സ്പീരിയൻസിനെ കീറി മുറിക്കുന്ന അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കണ്ടിന്യൂറ്റീസ് എറേഴ്സ്. സൗണ്ട് കണ്ടിന്യൂറ്റി ആണെങ്കിലും, പൊസിഷൻ കണ്ടിന്യൂറ്റി ആണെങ്കിലും, മൂവ്മെൻ്റ് ആണെങ്കിലും, കണ്ടൻറ്റ് കണ്ടിന്യൂറ്റി ആണെങ്കിലും, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് എയിം ഒരു എഡിറ്ററെ സംബന്ധിച്ച് വ്യൂവേഴ്സ് അവരെല്ലാം മറന്ന് ആ കഥയിലേക്ക് മാത്രം ലയിച്ചിരിക്കണം. അതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനും വേണ്ട മിനിമം കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സൗണ്ട് കണ്ടിന്യൂറ്റിയിൽ നമുക്ക് പലപ്പോഴും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വിഷ്വൽ കട്ട് ചെയ്യുന്ന പോലെ അത്ര സുഖകരമല്ല സൗണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ. അവിടെ എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു സൗണ്ട് എഫക്റ്റ് ഉണ്ടാവണം. നമ്മൾ ഏത് ലൊക്കേഷനിൽ പോയിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാലും നിശബ്ദമല്ലാത്തൊരു ശബ്ദം ഉണ്ടാവും, അല്ലേ? നിശബ്ദമായിട്ട് ഒരു ലൊക്കേഷനും ഇല്ല. ഭൂമിയിൽ എവിടെ ചെന്നാലും എന്തിൻ്റെങ്കിലും ഒരു ശബ്ദം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ റൂം ആംബിയൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഓർ നാച്ചുറൽ സൗണ്ട്സ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴും സൗണ്ടിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇല്ലാത്ത ഒരു സീനാണെങ്കിൽ നമുക്കൊരു ആംബിയൻസ് സൗണ്ട് ഇടാം. അപ്പോൾ ആംബിയൻസ് സൗണ്ട് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു
ഒരു സിറ്റിയിലാണെങ്കിൽ കുറേ വണ്ടികൾ പോകുന്നതും അതിൻ്റെ ശബ്ദങ്ങൾ അടങ്ങുന്ന ഒരു സൗണ്ട് എഫക്ട്സ് ആയിരിക്കും. അതല്ല കാട്ടിലാണ് സിറ്റുവേഷൻ എങ്കിൽ എന്താണ് ഒരു ഫോറസ്റ്റിൻ്റെ ഒരു സൗണ്ട് എഫക്ട്സ് ഉണ്ട്. അത് നമ്മൾ പ്ലെയിനായിട്ട് ഇടുക ഒരു ട്രാക്കിൽ. അപ്പം നമ്മുടെ സീനിൻ്റെ അകത്ത് പർട്ടിക്കുലർ സൗണ്ട് എഫക്ട്സുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ കണ്ടിന്യൂറ്റി മിസ്റ്റേക്സുകൾ വന്നാലും ഈ സൗണ്ട് ഉണ്ടല്ലോ, നമ്മളിപ്പം ആംബിയൻ സൗണ്ടായിട്ട് ഇട്ടേക്കുന്ന സൗണ്ട്, ആ സൗണ്ട് അവിടെ ഉള്ളിടത്തോളം നമുക്കൊന്ന് ജസ്റ്റ് അത് തമ്മിലൊക്കെ ഡിസോൾവ് ചെയ്തും ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് കണ്ടിന്യൂറ്റിയെ ബാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂറ്റീസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് ഏത് വർക്കാണെങ്കിലും, ഈവൻ നിങ്ങളൊരു സ്റ്റാറ്റസ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ പോലും കണ്ടിന്യൂറ്റി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആസ് എ പ്രൊഫഷണൽ എഡിറ്റർ ഈ കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും മനസ്സിലാക്കണം, പാലിക്കണം, പഠിച്ചു വെക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബ്രേക്ക് ചെയ്യാം. ഡിപ്പെൻസ് ഓൺ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വ്യൂവേഴ്സിൻ്റെ ആ ഒരു ശ്രദ്ധ ഇതിൽ നിന്ന് മാറ്റരുത്, അത്ര മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എങ്ങനെ വേണമെങ്കിലും ഈ ഗൈഡ് ലൈൻസും ഈ ഗ്രാമറും വിഷ്വൽ ലാംഗ്വേജും ബ്രേക്ക് ചെയ്യാം. അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്നെല്ലാവരും തന്നെ സിനിമയും മറ്റ് പ്രോഗ്രാമുകളൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസത്തെ ക്ലാസ് കേൾക്കുക. ഇനിയും ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സമയം കണ്ടെത്തി ആ ക്ലാസ്സുകളും കേട്ട് ഈ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂറ്റിയോടുകൂടിയുള്ള പോർഷൻസാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതേ ഓർഡറിൽ വന്ന് കേട്ട് നിങ്ങൾ ക്ലാസ് മുമ്പോട്ട് പോകുക. ഓക്കെ, താങ്ക് യു.